പരപ്പനങ്ങാടി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പദ്ധതി വിഹിതം നടപ്പാക്കാത്തതിൽ വീഴ്ച വരുത്തിയതിനും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചയ്ക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ശോചനീയാവസ്ഥയ്ക്കുമെതിരെ SDPI പരപ്പനങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാരെ നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു. മാർച്ച് SDPI തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയ്ക്ക് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ കിടത്തി ചികിത്സയ്ക്ക് പകരം തെരുവ് നായകളുടെ വിശ്രമ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും നഗരസഭയ്ക്ക് പിൻവശം മാലിന്യങ്ങൾ നിറച്ച് ഞെളിയമ്പറമ്പാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക വർഷം പിന്നിടാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ പദ്ധതി വിഹിതം നടപ്പാക്കാത്ത മുനിസിപ്പാലിറ്റിയുടെ ഗണത്തിൽ പരപ്പനങ്ങാടി 3-ാം സ്ഥാനത്ത് എത്തിയത് ഭരണകൂടത്തിന്റെ കെടും കാര്യസ്ഥിതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഇതൊക്കെ വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള ആദിയിൽ എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനം നടത്തുക എന്ന് മറന്നു പോകുന്ന അവസ്ഥയാണ് ഈ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. മലപ്പുറം ജില്ലയിലെ അവസ്ഥ നമുക്കറിയാം. നമ്മൾ കാശ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വികസന പ്രവർത്തനം ലഭിക്കുകയുള്ളൂ എന്നുള്ള വസ്തുതയാണ് കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ബഹുമാനനായ മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യുന്നത് കണ്ടു. നമുക്കറിയാമല്ലോ, ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആക്കിയിട്ട് നമുക്ക് പ്രഖ്യാപനം വരുന്നത്. അതുവരെ ജില്ലാ ആശുപത്രിയായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ്. SDU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അക്ബർ പരപ്പനങ്ങാടി, മുനിസിപ്പൽ പ്രസിഡന്റ് CP നൌഫൽ, സെക്രട്ടറി കളത്തിങ്ങൽ അബ്ദുൽ സലാം, CP അഷ്റഫ് എന്നിവർ സംസാരിച്ചു. K സിദ്ദീഖ്, യാസർ അരാഫത്ത്, മാമുക്കോയ, അഷ്റഫ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. LINE ന്യൂസ് പരപ്പനങ്ങാടി.